ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പത്തിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വെൽത്തരിയാണ്. വെൽത്തരി ഞാൻ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണിത്. മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ വെൽത്തരി റേഷൻ കടയിലൊക്കെ കിട്ടുന്നുണ്ടല്ലേ, ആ അരിയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ച മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പത്തിന് പുറത്തുനിന്നും ഫുഡ് മേടിക്കാതെ വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. കുട്ടികളെ ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് ചെറുജീരകം ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പത്തിന് പെട്ടെന്ന് കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത്. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചൂടായിട്ട് കിട്ടിയതിന് ശേഷം പെട്ടെന്ന് കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് തടഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം കുഴച്ചതിന് ശേഷം ഞാനിതിലേക്ക് കയ്യിലേക്ക് കുറച്ച് 2 കയ്യിലേക്ക് എണ്ണ തടഞ്ഞ് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബൗൾസാക്കി ഞാൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ബൗൾസാക്കി ആക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടാക്കുന്ന അരിൻ്റെതല്ല. അപ്പം നല്ല വെന്തിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടത് ഈ കുഞ്ഞു കുഞ്ഞു ബൗൾസാക്കി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ കൊണ്ട് ചേർത്താൽ മതി. പിന്നെ അതവിടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയി. പിന്നെ അതിലേക്ക് വേണ്ടത് മത്തനാണ്. പകുതി മത്തൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പകുതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറിയ ഹോൾസ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങയും ചിരകിയെടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് ഞാൻ കടലപ്പരിപ്പ് ഞാൻ ഇവിടെ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുത്ത കടലപ്പരിപ്പാണ്. അതൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കരയും. പിന്നെ ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഞാൻ മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഫ്രൈ ആക്കി വറുത്തെടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ശർക്കര ഒന്ന് മെൽട്ടായി വരുമ്പത്തിന് ഞാനിതിലേക്ക് 3-4 ഏലക്ക ചതച്ചതിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങയും ചേർത്ത് കൊടുത്തു.
പിന്നെ ഈ വേവിച്ച് വെച്ച കടലപ്പരപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി വന്നതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് കൂടുതൽ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഈ കുഞ്ഞു കുഞ്ഞു ബൗൾസ് എല്ലാം ആക്കി വെച്ചതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ലൊരു ടേസ്റ്റാണ്. നെയ്യും അതേപോലെ ഏലക്കും നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റാണിത്. പിന്നെ ഞാനിതെല്ലാം ആയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കഴിക്കാൻ നല്ലൊരു ഇഷ്ടപ്പെടും. ആ ബൗൾസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്ത അരിയല്ലേ, അപ്പത്തിന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കിയാലും ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അരിപ്പൊടി ഉണ്ടാക്കിയാൽ നമ്മളത് കട്ടി കൂടിപ്പോവും. അത് കുട്ടികൾക്ക് അത്രയൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മൾ അരി അരക്കുമ്പോഴത്തേന് നമ്മൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട തേങ്ങയോ അല്ല ജീരകമോ ഏലക്ക അങ്ങനെയൊക്കെ ചേർത്തിട്ട് അരച്ചാലും അതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.